Hello friends, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് നോർമലി പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ഒരു പപ്പായയാണ്, പച്ച പപ്പായാണ് ഇത്. ട്യൂട്ടി ഫ്രൂട്ടി എന്ന സാധനം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കേക്കിലൊക്കെ ഒരു എന്താ പറയുക, കേക്കിലൊക്കെ വന്ന ഒരു ഇൻഗ്രീഡിയൻ്റ്. അത് ആക്ച്വലി വേറെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോയ്സ് ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്യൂട്ടി ഫ്രൂട്ടി, ചെറി എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കാണണം. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസണൊക്കെ അടുത്ത് തുടങ്ങുകയാണ്. നമ്മൾ ആ സമയത്ത് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സോക്കിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ട്യൂട്ടി ഫ്രൂട്ടി. ഇപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഈ പപ്പായ ഞാനിപ്പോൾ പീൽ ചെയ്യാൻ പോകണം, അതിൻ്റെ തൊലി വന്നാൽ കളയാൻ പോകണം. ഇതൊരു പച്ച പപ്പായാണ്. സോ നമ്മുടെ പപ്പായ ഇവിടെ പീൽ ചെയ്ത് റെഡിയാക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പപ്പായ കട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അത് നോക്കി ഇനി കാണാം എങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ട്. ഈ പപ്പായയുടെ രണ്ടറ്റം ആദ്യം തന്നെ കട്ട് ചെയ്യണം. നമുക്കിതൊന്ന് നടുവേ കീറി കൊടുക്കാം. നമ്മൾ അടുത്തത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേ കീറിയതിന് ശേഷം ഒരു സ്പൂൺ എടുക്കുക. നമുക്ക് ഈ കുരു മൊത്തം ഒന്ന് വടിച്ചിടാനാണ്. ഞാൻ അതിനായിട്ട് തന്നെ ഒരു വേസ്റ്റ് കളയാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് പപ്പയുടെ കുരു മൊത്തം അതിലേക്ക് ഇടുക. ഇനി രണ്ട് പപ്പായ ക്ലീൻ ചെയ്യാൻ നോക്കും. സിൻസ് ഈ പപ്പായ കുറച്ച് വലുതായതുകൊണ്ട് ഞാനിത് നടുക്കുന്ന കീറാണ്. പിന്നെ ഇത് ഒന്നും കൂടി പകുതിയാക്കണം, പിന്നെയും പകുതിയാക്കാം. ഇനി ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒന്നെങ്കിൽ കത്തി വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം നമുക്ക് പപ്പായ പീലർ വെച്ച് ചെയ്യണതാണ്. ഇതിപ്പോ ആകുമ്പോൾ കൈ മുറിയെന്നുള്ളൊരു ചെറിയ പേടിയും കൂടി വേണ്ട. നമുക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് പപ്പായ കട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചാൽ പപ്പായ എടുക്കുക, നടുവേ മുറിക്കുക, ഒന്ന് വട്ടം മുറിക്കുക. മുറിച്ചതിന് ശേഷം ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മാക്സിമം നമ്മൾ ഈ കാണുന്ന സൈസിന് പപ്പായ മുറിക്കുക. സോ ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാം നമ്മുടെ പപ്പായ മൊത്തം നല്ല രീതിക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോട്ടിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നിയർലി ഇതിപ്പോൾ ഇത്രയും വെള്ളത്തിൽ ഞാൻ ആ കൂടി ഒരു ടീസ്പൂണുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടുണ്ട്. ഒന്ന്, ഉപ്പ് വെള്ളത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറയും, അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് തിളയ്ക്കും കമ്പാരിറ്റീവ്ലി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പപ്പായ തിളപ്പിക്കുമ്പോൾ പപ്പായയുടെ കളർ മാറില്ല അധികം. ഓക്കെ, ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഉള്ളത്. ഇപ്പം നമ്മളിനി വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പപ്പായയിലേക്ക് ഇടുന്നു. ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്യണ പോലെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ബാക്കി നമ്മളൊരു ഷുഗർ സിറപ്പിനകത്തിട്ടാണ് റെഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. സോ നമ്മളെ പപ്പായ ഇട്ടിട്ടുണ്ട്. ഈ പപ്പായ ചെറുതായിട്ട്, അതായത് ഇനി ഒരു അടുത്ത തിള വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാം. അത് ഈ തിളച്ച വെള്ളം ഊറ്റി കളഞ്ഞ് നമുക്ക് പപ്പായ മാറ്റാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചു. തിളച്ച് കഴിഞ്ഞിട്ട് നിയർലി ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വിട്ടു കൊടുത്തു ഞാൻ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പായ നൈസായിട്ടൊന്ന് ഊറ്റാൻ പോണേണ്. ഓക്കെ,
സോ ഫ്രണ്ട്സ്, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോകണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഞാനൊരു 2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സോ പഞ്ചസാര എടുത്ത സെയിം കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം ഇറങ്ങുന്നത്. നമുക്ക് ഈ ഷുഗർ വെള്ളത്തിൽ നല്ലോണം ഡിസോൾവ് ചെയ്യാം. സോ നമുക്കിവിടെ കാണാം നമ്മുടെ പഞ്ചസാരയുടെ ഷുഗർ സിറപ്പ് ഇവിടെ നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞിടുന്നതാണ്. ഇത് പിട്ടത് വേറെ ഒന്നുമല്ല, ലേറ്റർ ഷുഗർ സിറപ്പ് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ക്രിസ്റ്റലൈസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാരങ്ങ നീരിട്ടുള്ളത് ക്രിസ്റ്റലൈസ് ചെയ്യില്ല. അതല്ലാണ്ട് നമുക്ക് ഇനി മേളിൽ കാണാൻ ചിലപ്പോൾ ഈ ഷുഗറിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും അഴുക്ക് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേളിൽ ഇങ്ങനെ പൊങ്ങി വരും. ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് കോരിക്കളയാം അങ്ങനെയെങ്കിൽ. സോ ഇതിവിടെ റിഫൈൻഡ് ഷുഗർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അധികം അഴുക്കുണ്ടെന്നുള്ളത്. നമുക്കിനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന നമ്മുടെ പപ്പായ, അതായത് ബോയിൽ ചെയ്ത പപ്പായ, പച്ചപ്പപ്പായ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ നമ്മുടെ പപ്പായ നമ്മൾ നേരത്തെ എടുത്തത് ഒരു ഹാഫ് ഡൺ ആയിട്ടാണ് എടുത്തത്. ഒരു പകുതി വേവിലാണ് നമ്മൾ പപ്പായ എടുത്തത്. ഇനി ബാക്കി വേകാനുള്ളത് ഈ ഷുഗർ സിറപ്പിൽ കിടന്നത് വേഗണം. അതായത് ഷുഗർ സിറപ്പോടെ ഇത് റെഡ്യൂസ് ചെയ്ത് വെന്ത് കിട്ടണം നമുക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പപ്പായയുടെ അകത്തേക്ക് ഈ ഷുഗർ സിറപ്പ് കയറി പിടിക്കുകയും ചെയ്യും. അതല്ലാണ്ട് പപ്പായ കുറെ കൂടി സോഫ്റ്റ് ആവും. ഓക്കെ, നമുക്കൊരു 20 മിനിറ്റോളം, എനിക്ക് തോന്നുന്നൊരു 15 മുതൽ 20 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നത് റെഡ്യൂസ് ചെയ്ത് തരാണ്ട് നമുക്കിത് ബോയിൽ ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഷുഗർ സിറപ്പിൽ പപ്പായ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് കാണാം ഇത് ഫുള്ളി ആയിട്ടില്ല. നമുക്ക് ഈ പപ്പായ ശരിക്കും ഒരു എന്താ പറയുക, നമുക്ക് ശരിക്കും ഒരു ട്രാൻസ്ലൂസൻ്റ് ആവണം. അതായത് നമുക്ക് ഈ എങ്ങനെ പറയാം, ഈ പപ്പായ നമുക്ക് കാണുമ്പോഴത്തേക്കും ശരിക്കും ഉള്ളിൽ വെള്ളയൊന്നും ഇല്ലാണ്ട് ഫുള്ള് ട്രാൻസ്പെറൻറ്റ് പോലെ ഇങ്ങനെ കാണും. നമുക്ക് ചെറിയൊരു എന്താ പറയുക ക്രിസ്റ്റൽ ക്യൂബ്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ആ ഒരു പരുവത്തിലാകണം. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നേരം കൂടി വേണ്ടി വരും തോന്നാൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് കാണാം നമ്മളിത് ആക്ച്വലി ആദ്യം ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞത് 20-15 മിനിറ്റ് കുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്തൊരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് അതിൻ്റെ ഷുഗർ സിറപ്പ് നല്ലോണം റെഡ്യൂസ് ചെയ്ത് എല്ലാം നമുക്ക് കാണാം. ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ലൂസൻ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആണ്. ഇത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒഴിക്കുകയാണ്. കുറച്ച് വാനില എസൻസ് എന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളിനി അടുത്തത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മൾ എത്ര കളറായിട്ടാണ് നമുക്ക് ഇത് ട്യൂട്ടി ഫ്രൂട്ടി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കളറിൻ്റെ ഒരു ചെറിയ ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ഒരു 3 കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ്, യെല്ലോ, ഗ്രീൻ കളേഴ്സാണ്. നമ്മൾ നോർമലി ട്യൂട്ടി ഫ്രൂട്ടി കാണുന്ന അങ്ങനത്തെ കളേഴ്സ്. പക്ഷേ കളർ നമുക്ക് ഇഷ്ടം. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലൂ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ബ്ലൂ ഇടാം. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന കളേഴ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ റെഡ് ഇടുന്നു. ഗ്രീൻ, യെല്ലോ.
നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കരുത്. സോ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് കാണാം നമ്മളിവിടെ 3 കളർ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഇതിനകത്തുനിന്നുള്ള ചെറിയ മോയ്സ്ചർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് ഈ 3ഉം ഓരോരോ പാത്രത്തിലാക്കിയിട്ട്, അതായത് ഫ്രൂട്ട്സ് മാത്രം, ഈ പപ്പായ മാത്രം ഓരോരോ പാത്രത്തിലായിട്ട് വിടർത്തി ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് ഒരു 12 മണിക്കൂറോളം ഉണങ്ങാൻ വെക്കും. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എന്തിലാണ്, ഇപ്പോൾ ഐസ്ക്രീം ഫലൂഡയിലാണോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോഴാണോ അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്യട്ടെ, നമുക്ക് അതിലെല്ലാത്തിലും നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി യൂസ് ചെയ്യാം. ട്യൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കുന്ന എന്തിനും നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ഉണ്ടാക്കിയ ട്യൂട്ടി ഫ്രൂട്ടി. ഞാനത് ഒന്ന് അരിച്ചിട്ട് അതിൻ്റെ ലിക്വിഡ് മൊത്തം കളഞ്ഞിട്ട് ഞാൻ ഓരോരോ പാത്രത്തിൽ വിടർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 12 മണിക്കൂർ ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യുക. അതിൻ്റെ കളറും അതൊന്ന് ഷുഗറൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് ഒന്ന് സെറ്റ് ആകാനായിട്ട്. സോ നമ്മളിവിടെ ഹോം മെയ്ഡ് ട്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.